ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരാട്ടോ. കാശ്മീർ വന്നെന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടോ. നമ്മൾ റൂമിൽ നിന്ന് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയതാണ്. ഒരു പാക്കേജ് വഴിയാണ് കാശ്മീർ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 30 പേരോളം ഉണ്ട് നമ്മൾ. എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു കാശ്മീർ വരണമെന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് നിന്നും 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് കാശ്മീരിലെ ശ്രീനഗറിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സോനാമർഗ് എന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഫുൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മളെ ഫസ്റ്റ് ഡേ. ഏകദേശം ഒരു പകുതി ദൂരം ചെന്നപ്പോൾ തന്നെ നമുക്ക് ഈ മഞ്ഞിൻ്റെ മലകളൊക്കെ തന്നെ കാണാൻ തുടങ്ങിയിട്ടോ. ഈ കാണുന്നതാണ് സോനാമർഗ് ടണൽ. ഒരു 6.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടണലാണ്. ഈ ടണലിൻ്റെ മറുഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശരിക്ക് കാശ്മീരിൻ്റെ ഒരു ഭംഗി അറിയുമ്പോൾ. അങ്ങനെ നമ്മൾ മഞ്ഞിലേക്ക് ഇറങ്ങാൻ പോകട്ടോ. അതിനു മുമ്പ് നമ്മളെ ഷൂ ഇവിടെ ഊരി വെച്ചിട്ട് ഇതുപോലൊരു ഷൂ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതാണ്, വാടകയ്ക്ക് എടുക്കുന്നതാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ. -2 ഇപ്പോൾ സോനാമർഗിലുള്ളത്. നമ്മളൊരു കാവ കഴിച്ചിട്ട് മഞ്ഞിക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. നമ്മൾ 4 കോട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആദ്യം ഒരു തെർമൽ ഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ മേലെ ഒരു ടോപ്പ്, അതിൻ്റെ മേലെ ടീഷർട്ട്, അതിൻ്റെ മേലെ ജാക്കറ്റ്, പിന്നെ ഗ്ലൗസ്, തൊപ്പി, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മഞ്ഞക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇതാണ് മക്കളെ സോനാമർഗ്. എന്ത് പറയണമെന്ന് അറിയില്ല. ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടൊരു സ്ഥലം നമ്മൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ശരിക്കും ഒരു സ്വർഗം തന്നെ കേട്ടോ. ഭൂമിയിലൊരു സ്വർഗം എന്ന് പറയുന്നത് കാശ്മീരാണെന്ന് ഇങ്ങനെ പല ആളുകളും പറയും. ശരിക്കും ഒരു കാശ്മീർ സ്വർഗം തന്നെ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് റൂമിലേക്ക് പോയി.